ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ബ്ലൂ സ്റ്റോറീസ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സ്വാഗതം ഞാൻ പറയുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാനേ പിന്നെ ഇത്ര ദിവസം വ്ളോഗ് ഇട്ടുകൊണ്ടിരുന്നത് എന്നെ അങ്ങനെ കാണിച്ചിട്ട് ഞാൻ വ്ളോഗ് ഇട്ടിട്ടില്ലായിരുന്നു. എന്നെ ഫേസ് ഞാൻ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അപ്പോൾ ഇപ്പം എന്താണെന്ന് പറഞ്ഞാലേ, എനിക്ക് നിങ്ങളുടെ മുന്നിലൊന്ന് എന്നെ കാണിക്കണമെന്നുണ്ട്. അതായത് ഫേസ് റിവീൽ ചെയ്ത് പിന്നെ വീഡിയോ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്യാമറേൻ്റെ ബാക്കിൽ നിന്നിട്ട് വോയിസ് കൊടുക്കുമ്പം അല്ലെങ്കിൽ പറയുമ്പോൾ ഒരു ഗുമ്മ് കിട്ടുന്നില്ല. മീൻസ് ഒരു സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് ക്യാമറേൻ്റെ മുന്നിൽ നിന്നിട്ട് ഇനി പറയാമെന്ന് വിചാരിച്ചു, ഫേസ് കാണിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വന്നേക്കുന്നത്. ഞാനിപ്പോൾ കാസർഗോഡാണുള്ളത്. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പം എനിക്ക് പറയാനുള്ളത് ഗൈസ്, എൻ്റെ വീഡിയോ, അതായത് ഞാൻ ചെയ്യുന്ന വ്ളോഗ് അല്ലെങ്കിൽ ഷോർട്സ് എന്ത് തന്നെ ആയാലും ആരും കമൻസ് ഇടുന്നില്ല. കമൻസ് കുറവാണ്. കമൻസ് ഇല്ല, കുറവാണ്. ഒരു നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഒന്നും പറയുന്നില്ല ആരും. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്ക് അതിനുള്ള ഒരു പ്രചോദനമാവുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര മാത്രമാണ്. ഞാൻ ഇടുന്ന വ്ളോഗ് അല്ലെങ്കിൽ ഷോർട്സ് ആയാലും വ്ളോഗ് ആയാലും മെയിൻ വ്ളോഗിന് കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. പിന്നെ വ്ളോഗ് പലവരും സബ് ചെയ്യുന്നില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലവരും നോക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ പറയണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ഇട്ടിട്ടേ, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും ഞാൻ സ്വീകരിക്കും. അത് എന്നെ അറിയിക്കുക. ഇപ്പം എനിക്ക് കൂടുതൽ നിങ്ങൾ നെഗറ്റീവ് ഇടുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ എനിക്ക് മുന്നോട്ട് എൻ്റെ യാത്രനെ ഭംഗിയാക്കാനും ഞാൻ ഇടുന്ന അല്ലെങ്കിൽ ചെയ്ത് വെക്കുന്ന എഡിറ്റെല്ലാം ചെയ്ത് വെക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് കുറച്ചും കൂടി സ്ട്രോങ്ലി ഡീപ്ലി, അതായത് മീൻസ് നല്ല നീറ്റായിട്ട് ചെയ്യാനും പറ്റുമായിരുന്നു. എന്താ വെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇടുന്ന എന്തായാലും അത്ര ക്ലിയറും ക്ലാരിറ്റിയും ഒന്നും തുടക്കമുള്ള വീഡിയോസിനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ക്രമേണ നന്നായി വരുന്നുണ്ട് എൻ്റെ വീഡിയോസും. പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നന്നായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ചാൽ എന്നോട് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് പറയാം. എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടെങ്കിൽ, മോശം എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് പറയണമെന്ന് വെച്ചാൽ ഇപ്പം തെറിയും കാര്യങ്ങളല്ല, അല്ലാതെ രീതിയിൽ നല്ല സൗഹൃദപരമായിട്ട് നല്ല രീതിയിൽ ഒന്ന് നിനക്ക് അങ്ങനെ ചെയ്തുകൂടാ, നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ കൊള്ളത്തില്ല, അതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക് നെക്സ്റ്റ്, അങ്ങനെ. അപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ പറ്റും. എനിക്ക് ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എനിക്ക് കൂടുതൽ നെഗറ്റീവ് കിട്ടുന്നതാണ് ഇഷ്ടം. പോസിറ്റീവിനേക്കാളും നെഗറ്റീവ് കിട്ടുന്നതാണ്, നെഗറ്റീവ് അറിഞ്ഞാണ് എനിക്കിഷ്ടം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നല്ല രീതിയിൽ എന്നോട് പറയാം കേട്ടോ. നെഗറ്റീവ് ഞാൻ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല മാന്യമായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ലോങ് റൈഡിൻ്റെ ഒരു കഥ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ യാത്ര ഇൻഷാ അല്ലാ ഞാൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എനിക്ക് ചെയ്യാനുണ്ട്, ചെയ്ത് തീർക്കാനുണ്ട് ഇവിടെ കാസർഗോഡ് നാട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പോവും. ഇൻഷാ അല്ലാ ഒരു ലോങ് റൈഡ്, ആദ്യം കേരള ട്രിപ്പാണ്. അതെങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്. ഓക്കെ. പിന്നെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എനിക്ക് കുറച്ച് ഐറ്റംസ്, സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്. ടെൻറ്റും കാര്യങ്ങളും,
പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ആക്സസറീസ്, കിച്ചൺ ഐറ്റംസ് ചെറുതായിട്ട് ടെൻറ്റിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ചെറിയ പാത്രം, സ്റ്റൗ. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം എനിക്ക് വാങ്ങണം. അപ്പോൾ ഡിക്കാത്തലിലോട്ട് എനിക്കൊന്ന് പോകണം, മാംഗ്ലൂർ പോയിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതെല്ലാം പതുക്കെ എടുത്തു വെച്ചിട്ട്, പതുക്കല്ല കഴിയുന്നത്ര പെട്ടെന്ന് അതെല്ലാം ഞാൻ കളക്റ്റാക്കി വെക്കും. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ശരിയായി കഴിഞ്ഞാൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഉടനെ യാത്ര പുറപ്പെടും കേട്ടോ. കേരളം ഒന്ന് മൊത്തം ട്രിവാൻഡ്രം വരെ പോയി വരണമെന്നുണ്ട്. ഓക്കെ, ഇത് എൻ്റെ ഇതേ സെയിം സ്കൂട്ടറിൽ തന്നെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ, ദയവ് ചെയ്തിട്ട്. കാരണം ഞാൻ ഇപ്പം ഇന്ന് വരാനുള്ള വീഡിയോവും നാളെ വരാനുള്ള വീഡിയോവും ഇതിന് മുമ്പത്തെ വീഡിയോ എല്ലാം മഴ നനഞ്ഞ് ഇത്രയും കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഇന്നും നാളെ വരാനുള്ള വീഡിയോ ബാക്കിൾ ഫോർട്ടിൻ്റെ ആണ് കേട്ടോ. ബാക്കിൾ ഫോർട്ടിൻ്റെ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഞാൻ ആ വീഡിയോക്കകത്ത് നൽകിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറേ നല്ല നല്ല കാഴ്ചകൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും കാണുക. പാർട്ട് 1 കാണുക, 2 കാണുക. കുറച്ച് കാരണം എന്താ വെച്ചാൽ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട്. അത് കാരണം കേട്ടോ ഞാൻ പകുതി ആക്കി ഇട്ടിട്ടുണ്ട് രണ്ടും. അപ്പം ആദ്യ പകുതി ഇന്ന് വരും, പിന്നെ സെക്കൻഡ് പാർട്ട് നാളെ വരും. അപ്പം എൻ്റെ വീഡിയോ ഇനി മുതൽ വരുന്നത് കൃത്യം 8 മണിക്കായിരിക്കും കേട്ടോ. 8 PM. ഓക്കെ, ഈവനിങ് 8 PM, ഈവനിങ് 8. ഓക്കെ, വേറെ പറയാനുള്ള എന്താ വെച്ചാൽ എന്തായിരുന്നു എന്തോ പറയാനുണ്ടായിരുന്നല്ലോ എനിക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ എനിക്ക് കൂടുതലും മുമ്പോട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അഡ്വഞ്ചർ ടൈപ്പിലുള്ള വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ട്രക്കിങ്ങും കാര്യങ്ങളും എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കാണുക, സബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, വേറെന്താ, അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഉടനെ ഒരു ലോങ് ഡ്രൈവ് പോകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഫേസ് കാണിച്ചിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് ആ ഒരു ഗുമ്മില്ലാതെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വീഡിയോയുടെ മുന്നിലാണെങ്കിൽ എനിക്ക് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇത് ക്യാമറൻ്റെ ബാക്കിലാകുമ്പോൾ എനിക്ക് ആ ഒരു പ്രസരിപ്പ് കിട്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് തന്നെ ആയാലും എന്നോട് പറയണം കേട്ടോ. സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതായത് എൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഈ റൂട്ട് സ്റ്റോറീസ് എന്ന പേരിൽ ഇൻസ്റ്റാ പേജും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യണേ. പിന്നെ എനിക്കൊന്ന് യൂട്യൂബിൽ ഞാൻ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് എനിക്ക് അതൊരു ലിങ്കായിട്ട് വരുന്നില്ല. അത് മീൻസ് ലിങ്ക് ആകുമ്പോൾ ഒരു ബ്ലൂവിൽ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ പിന്നെ ഡയറക്റ്റ് ഇൻസ്റ്റാ പേജിലോട്ട് പോകണമല്ലോ. ഇതങ്ങനെ പോകുന്നില്ല. അപ്പോൾ അത് എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് അറിയുന്നവരൊന്ന് എന്നോട് പറഞ്ഞു തരണം കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഇൻസ്റ്റ കാണുന്നവർക്ക് യൂട്യൂബിൽ ഡയറക്റ്റായിട്ട് വരാനും പറ്റും. അപ്പം അതുപോലെ എന്താ പറയുക, യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റയിലേക്ക് പോകുന്നവർക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ശരിയാക്കും വരെ തൽക്കാലത്തേക്ക് ഇൻസ്റ്റ പേജ് നോക്കേണ്ടവരെല്ലാം ഒന്ന് റൂട്ട് സ്റ്റോറീസ് 27 അടിച്ചു കൊടുത്താൽ കേട്ടോ. അപ്പോൾ കിട്ടും എൻ്റെ പേജ്. ഞാൻ ഉടനെ ശരിയാക്കുന്നതായിരിക്കും യൂട്യൂബിൽ ഇൻസ്റ്റൻ്റെ ലിങ്ക്. ഓക്കെ, എനിക്കറിയാത്തതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ ധാരണയൊന്നും ഇല്ല എനിക്ക്. എഡിറ്റിംഗ് ആയിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഇതെല്ലാം ഞാൻ പഠിച്ച് വരുന്നുള്ളതാണ്. എൻ്റെ തുടക്കമുള്ള വീഡിയോവും എൻ്റെ ഇപ്പോഴുള്ള വീഡിയോസും ആകെ 3 ആഴ്ച ആയിട്ടുള്ളൂ ഞാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് എത്രത്തോളം ഞാനും മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനിയും ഇതിലും കൂടുതൽ മെച്ചപ്പെടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും കമൻ്റ് രൂപത്തിൽ എനിക്ക് വരണം കേട്ടോ. അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും. എല്ലാവരും എന്നെ കീപ് സപ്പോർട്ട് മീ. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എൻ്റെ ചാനൽ. ഞാൻ ഇടുന്ന വ്ളോഗ് എല്ലാ ദിവസവും, അതായത് ചിലപ്പോൾ ഒന്നരാടായിരിക്കും, അത് കൃത്യം 8 മണിക്കായിരിക്കും കേട്ടോ. ഇനി എപ്പോഴും ഈവനിങ് 8 മണിക്കായിരിക്കേ. അപ്പോൾ എല്ലാവരോടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.